സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുസ്ലിമായ ജൂതനായ ഒരു വ്യക്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം സമ്മാനമായി കൊടുത്ത സംഭവം ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ജൂതനായിരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ജൂതനായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയോട് ഇഷ്ടമുള്ള ആളായിരുന്നു ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം അദ്ദേഹം കണ്ടു. യമനിലെ രാജാവ് ധരിച്ചിരുന്ന വസ്ത്രം അങ്ങാടിയിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു. അതിൻ്റെ വിൽപ്പന മൂല്യം 50 ദീനാറാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയത്തിനാണ് ദീനാർ എന്ന് പറയുക. അക്കാലഘട്ടത്തിൽ ദീനാറും ദിർഹമും ഉണ്ടായിരുന്നു. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയവും ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയവുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ രാജ്യങ്ങളിലുള്ള കറൻസി ദീനാർ, ദിർഹം, റിയാൽ എന്നറിയപ്പെടുന്നത് പോലെയല്ല. ദീനാർ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള നാണയമാണ്, സ്വർണ്ണ നാണയമാണ്. 50 ദീനാറുകളായിരുന്നു ഒരു വസ്ത്രത്തിന്റെ വില. ഹക്കീം ഇബ്നു ഹിസാം വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹം ആ പൈസ കൊടുത്ത് ആ വസ്ത്രം വാങ്ങി. വസ്ത്രം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിട്ടുള്ളൂ: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകണം. അദ്ദേഹം പ്രവാചകനടുക്കിലേക്ക് പോയി. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സമ്മാനമായി നൽകുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചു. ഒരു മുസ്ലിം സമ്മാനം നൽകിയാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന ഐത്തമൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാനുഷികമായ പരിഗണനകൾ, മാനുഷികമായ ബന്ധങ്ങൾ മുസ്ലിങ്ങളും തമ്മിൽ ആകാം എന്നതിന് ഉദാഹരണം കൂടിയാണ് പ്രവാചകന്റെ ഈ പ്രവർത്തനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമ്മാനം വാങ്ങി വസ്ത്രം വാങ്ങിയെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വസ്ത്രം ധരിച്ച് മിമ്പറിൽ കയറി ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തി ഖുതുബ നടത്തുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം കണ്ട് ഇഷ്ടപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വൈമനസ്യവും കൂടാതെ അത് സമ്മാനമായി നൽകുകയും ചെയ്തു. ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. അടിമയാണ് അദ്ദേഹം പലത്തിൽ. ആ വ്യക്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മാനമായി നൽകി. ഉസാമ റളിയല്ലാഹു അൻഹു ആ വസ്ത്രം ധരിച്ച് അങ്ങാടിയിലേക്ക് പോയി. വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വസ്ത്രം പ്രവാചകൻ സമ്മാനമായി കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം അതും ധരിച്ച് അങ്ങാടിയിലേക്ക് പോയി. ഒരു അടിമയാണ് ആ വസ്ത്രം ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി ഞാൻ കൊടുത്ത വസ്ത്രം ഒരു അടിമ ധരിച്ചു വന്നത് ഹക്കീം ഇബ്നു ഹിസാം അവിടെ കാണുകയാണ്. ഞാനത് റസൂലിന് കൊടുത്തതാണല്ലോ, എങ്ങനെ ഇദ്ദേഹത്തിന്റെ എത്തി? അത് കാണുകയും വല്ലാത്ത ദേഷ്യം തോന്നുകയും ഹക്കീം ഇബ്നു ഹിസാം ജനമധ്യത്തിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന അടിമയായ സഹാബിയോട് അദ്ദേഹം അല്പം പരുഷമായി തന്നെ ചോദിച്ചു, നിനക്കെങ്ങനെ, ഒരു അടിമയായ നിനക്കെങ്ങനെയാണ് യമനിലെ രാജാക്കന്മാർ ധരിച്ച ഈ വസ്ത്രം നിനക്ക് ധരിക്കാൻ കഴിയുന്നത്? നിനക്ക് എന്ത് അവകാശമാണ്, നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അന്നത്തെ കാലഘട്ടത്തിൽ അടിമകളെ വളരെ തരംതാണവരായി കൊണ്ട് ചിത്രീകരിച്ച ആളുകളായിരുന്നു മക്കയിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ കേവലം അടിമയായ നിനക്ക് വില കുറഞ്ഞ വസ്ത്രം ധരിക്കാനുള്ള അവകാശം മാത്രമേ നിനക്കുള്ളൂ. യമനിലെ രാജാക്കന്മാർ ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്, നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഹക്കീം ഇബ്നു ഹിസാം എന്ന അന്ന് മുസ്ലിം അല്ലാതിരുന്ന വ്യക്തിയോട് പറഞ്ഞത്, നഅം അന ഖൈറും മിൻ യസൻ, നീ ഈ പറയുന്ന യമനിലെ രാജാവുണ്ടല്ലോ, ആ രാജാവിനേക്കാൾ ഉന്നതൻ ഞാനാണ്. വ ഉമ്മി ഖൈറും മിൻ ഉമ്മിഹി, ആ യമനിലെ രാജാവിന്റെ ഉമ്മയേക്കാൾ ഉത്തമയായ ഉമ്മയാണ് അടിമയായ എന്റെ ഉമ്മ. വ അബി ഖൈറും മിൻ അബീഹി, ആ വ്യക്തിയുടെ ഉപ്പയേക്കാൾ ഉത്തമനാണ് അടിമയായ എന്റെ ഉപ്പ എന്ന്. ഹക്കീം ഇബ്നു ഹിസാമിന് വലിയ അത്ഭുതമായി. ഒരടിമയായ മനുഷ്യൻ എന്തേ ഇങ്ങനെ പറയുന്നുവെന്ന്. അദ്ദേഹം മറുപടി കൊടുത്തത്, യമനിലെ രാജാവ് അവൻ മുസ്ലിമല്ല. യമനിലെ രാജാവ് മുസ്ലിമല്ല, മുസ്ലിമാണ്. ഞാൻ അടിമയാണെങ്കിലും മുസ്ലിമാണ്.
ഒരു അമുസ്ലിമിനേക്കാൾ ഉന്നതമായ ശ്രേഷ്ഠത ഒരു മുസ്ലിമായ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ തരം താഴ്ചപ്പെടും എന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് അടിമകൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ അഭിമാനമുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഞാനത് സൂചിപ്പിച്ചത്, ആധുനിക കാലഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് എന്തോ ഒരു അപമാനമായി കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ട്. മുസ്ലിങ്ങൾ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ, അവർ ഒന്ന് താടി നീട്ടിയാൽ, ഒരു മുസ്ലിം പെണ്ണ് തട്ടമിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ പലതും പറയുകയാണ്. പല തരത്തിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ എന്തോ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നവരായിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളിൽ തട്ടം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇല്ല ഞാൻ തട്ടം ധരിക്കുന്നില്ല, ഓക്കെ എന്ന് പറയുന്ന ഇടച്ചേക്ക്, ആളുകൾ തട്ടത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിവെക്കുന്ന ഇടച്ചേക്ക്, ആളുകൾ താടി വിമർശിക്കുന്ന കടത് വടിക്കുന്ന ഇടച്ചേക്കൊക്കെ ആളുകൾ എത്തിച്ചേരുന്നു. എന്തുകൊണ്ട് മുസ്ലിം എന്ന നിലയിൽ അഭിമാനബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം. സഹോദരന്മാരെ, എന്നാൽ ഇവിടെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹം വിശ്വസിച്ചതുപോലെ ഒരു മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസാരനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിലയും വിലയുമുള്ള ആളുകൾ അവർ മുസ്ലിമീങ്ങളാണ്. മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്ന, മനുഷ്യനെ എല്ലാം നൽകുന്ന ഈ ലോകത്തിന്റെ നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലൂടെ അവതീർണമായ ഏക മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ മതം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച, അല്ലാഹുവിന്റെ കൈകൾ കൊണ്ട് പടച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമായിരുന്നു. മുസ്ലിമാണ്, ഇസ്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ മതം. അതിനുശേഷം വന്നതെല്ലാം മുസ്ലിങ്ങളിൽ നിന്നും ഭിന്നിച്ചു പോയി ഉണ്ടാക്കപ്പെട്ട മതങ്ങളെല്ലാം അത് മനുഷ്യനിർമ്മിതങ്ങളായ മതങ്ങളാണ്. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ മതം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതം മാത്രമാണ്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവരിൽ നിന്നും അല്ലാഹു കബൂലാക്കുകയില്ല, അവൻ സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മാത്രവുമല്ല, ഇസ്ലാം അല്ലാത്ത ഒരു മതം പുലിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ അന്ത്യനാളിൽ അങ്ങേയറ്റം നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു ബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം ഉണ്ടാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും. നമ്മളൊരിക്കലും നിസ്സാരന്മാരല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തില്ലെങ്കിലും, അവന് സൗന്ദര്യമില്ലെങ്കിലും, അവന് അധികാരങ്ങളില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണ് എന്ന ബോധമുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അല്ലാഹു പടച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയപ്പെടുന്നതിനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് ഉന്നതൻ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ അത് സമ്പത്തില്ലാത്തവരാണെന്നല്ല, അധികാരമില്ലാത്തവരാണെന്നല്ല, സൗന്ദര്യമില്ലാത്തവരാണ് എന്നല്ല, അന്നല്ല അള്ളാഹു പറഞ്ഞത്. ഇതെല്ലാം ഉള്ളവരാണ് എന്നുമല്ല അള്ളാഹു പറഞ്ഞത്. റബ്ബിന്റെ അടുക്കൽ ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പരിഗണനീയമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഔന്നത്യത്തിലുള്ള പരിഗണന എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അത് നമ്മുടെ തഖ്വ മാത്രമാണ്, വിശ്വാസമാണ്, പ്രവർത്തനങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം എന്ന വിഷയത്തിൽ നമുക്ക് കൃത്യമായ അഭിമാനബോധം ഉണ്ടാക്കുവാൻ കഴിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ ദീന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അഭിമാനം കൂടുക മാത്രമേ ഉള്ളൂ. ലോകത്ത് ഏത് മതമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മതവുമായി ബന്ധപ്പെട്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അവൻ പ്രവർത്തിക്കുന്ന, അവൻ ഇടപെടുന്ന ആപാലചൂടം വിഷയങ്ങളിൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി നിലപാട് പഠിപ്പിച്ച ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. ഒരു വ്യക്തി ജനിക്കുന്നിടം മുതൽ, ഒരു വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുന്നേരം മുതൽ, അവന് മരിക്കുന്ന സമയം വരെ, അല്ല മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയ്യിത്തിനെ എന്തു ചെയ്യണമെന്ന്, ഖബറിലേക്ക് ഇറക്കി വെച്ച് തിരിച്ചു പോരും വരെ എന്തു ചെയ്യണമെന്ന് എല്ലാം കൃത്യമായി പഠിപ്പിച്ച മതം അത് ഇസ്ലാം മാത്രമാണ്. ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ ലോകത്തൊരു മതത്തിനും സാധ്യമാവുകയില്ല.
ആ ഒരു അഭിമാനബോധം നമുക്ക് ഉണ്ടാകുവാൻ കഴിയേണ്ടതുണ്ട്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. അദ്ദേഹത്തോട് പറഞ്ഞത്, എന്റെ മുഹമ്മദ് എന്തിനു വന്നതാണ്? നിന്റെ എന്തൊരു മതമാണ്? കക്കൂസിൽ കയറുമ്പോഴുള്ള, ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ നിന്റെ മതം വന്നത്, നിന്റെ പ്രവാചകൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അഭിമാനബോധത്തോടുകൂടി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അതെ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാല് വെക്കണമെന്നും ഇറങ്ങുമ്പോൾ വലത് കാല് വെക്കണമെന്നും കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നുമെല്ലാം അഭിമാനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ അഭിമാനമാണ്. അവിടെ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ അഭിമാനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അഭിമാന ബോധം സുഹൃത്തുക്കളെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട്. ലോകത്ത് പല മതങ്ങളും ഉണ്ടാവുകയും ആ ഉണ്ടായതിൽ നിന്ന് ഒരുപാട് എഡിറ്റിങ്ങുകൾ വരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ മതത്തിൽ അവരുടെ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ മാർപ്പാപ്പമാർ എഡിറ്റിങ്ങുകൾ വരുത്തുകയാണ്. അവർ തോന്നിയതുപോലെ ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് തോന്നുന്നതനുസരിച്ചുകൊണ്ട് മാറ്റത്തിരുത്തലുകൾ എല്ലാ മതത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? 1400 വർഷങ്ങൾക്കപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയ സഹാബികൾക്ക് മുമ്പിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്കിതാ ഇന്നേ ദിവസം എന്റെ അനുഗ്രഹം പൂർണ്ണമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ദീന് പൂർണ്ണമാക്കിയിരിക്കുന്നു, ഈ മതത്തെ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനം ഇറങ്ങിയതോടുകൂടി ഈ ദീന് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകുനിൽ യൗമ ദീന, അന്നേ ദിവസം ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനല്ല. അന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം എന്തു ചെയ്യണം, ഏതൊരു വിഷയത്തിലും മുസ്ലിമിന്റെ നിലപാടെന്തായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഏതു കാര്യം നോക്കിയാലും ഏത് വിഷയത്തിലും ഉത്തരം കിട്ടാൻ മാത്രമുള്ള 2 കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനും സുന്നത്തും ഞാൻ വിട്ടേച്ചു പോയിട്ടുണ്ട്, അത് മുറുകെ പിടിച്ചാൽ ഒരിക്കലും വഴിപിഴക്കില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. ഏതു കാലഘട്ടത്തിലും ഏതെന്ത് വിഷയങ്ങൾ വന്നാലും ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയും. ഏത് കാലഘട്ടത്തിലും പണ്ഡിതന്മാർ ഏത് വിഷയം വന്നാലും അവരുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഈ ദീനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സഹോദരിമാരെ മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ അഭിമാനം കൊള്ളുന്ന ആളുകളെക്കാൾ ഉന്നതനായ വ്യക്തിത്വം ലോകത്താരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിന്റെ 33-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാൾ ക്ഷണിക്കുന്നവനേക്കാൾ, വഅമില സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, നിശ്ചയമായും ഞാനിതാ മുസ്ലിങ്ങളിൽ പെട്ടവരാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉത്തമമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ സുഹൃത്തുക്കളെ അഭിമാനം കൊള്ളണം. ഇസ്ലാമിന്റെ ശിആറുകൾ കാണിക്കാത്ത, ഒരു വേള ഇസ്ലാമിന്റെ പുറത്തു പോയ ആളുകൾ പോലും മുസ്ലിം എന്ന പേര് കൊണ്ട് അഭിമാനം പ്രഖ്യാപിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ മുസ്ലിം നാമധാരിക അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാരായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. അതല്ല, മറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ, എന്നിട്ട് പറയണം ഞാൻ മുസ്ലിമാണ് എന്ന്. അതല്ലാതെ തോന്നിയതുപോലെ ജീവിച്ച് നിസ്കരിക്കാൻ പള്ളിയിലേക്കും വരില്ല, വിശ്വാസവും ശരിയാവുകയില്ല, സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കില്ല, എന്നിട്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം എന്ന വാക്കിന് യാതൊരു നിലയും വിലയും ഉണ്ടാകില്ല എന്നാണ്. നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ഏറ്റവും ഉന്നതന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ ഒരു മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അങ്ങനെ അഭിമാനം കൊള്ളണമെങ്കിൽ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, പ്രവാചക ഇസ്ലാമിൽ ഏറ്റവും ഉന്നതമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്.
ആരാണ് ഉന്നതനായ മുസ്ലിം, ആരാണ് ഏറ്റവും നല്ല ഇസ്ലാം സ്വീകരിച്ചവരെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന് പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം? ഏതൊരുവന്റെ കയ്യിൽ നിന്നും ഏതൊരുവന്റെ നാവിൽ നിന്നുമാണോ ഇതര മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നത്, അവനാണ് മുസ്ലിം. നമ്മളൊരാളെയും നാവ് കൊണ്ട് ചീത്ത വിളിക്കുന്നവരാകരുത്. നമ്മളെ നാവ് കൊണ്ട് മുറിവേറ്റ ഒരാളും ഉണ്ടാകരുത്. നമ്മുടെ കൈകൾ കൊണ്ട് പ്രഹരമേറ്റ ഒരാളും ഉണ്ടാകരുത്. അപ്പോഴാണ് നാം ഒരു ഉന്നതനായ മുസ്ലിം ആകുന്നത്. അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഇസ്ലാമിൽ ഏതാണ് അഫ്ളൽ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകനെ കൊടുത്ത മറുപടിയാണ്, ആളുകളെ ഉപദ്രവിക്കാത്തവനാകണം മുസ്ലിം, ജനങ്ങളെ പഴിക്കാത്തവനാകണം മുസ്ലിം, ആളുകളെ തെറിവിളിക്കാത്തവനാകണം മുസ്ലിം, സൽസ്വഭാവത്തിനുടമയായിരിക്കണം മുസ്ലിം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രവുമല്ല, ജനങ്ങളെ ഉപദ്രവിക്കുന്നവനല്ല, മറിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരിയായിരിക്കണം മുസ്ലിം. പ്രവാചകന്റെ മറ്റൊരു സഹാബി, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഖൈറായത്, നന്മയായത്, നല്ലതേതാണ് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി, തുത്ഇമിത് തആം വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നീ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ജനങ്ങളെ ഭക്ഷിപ്പിക്കണം. വിശക്കുന്നവരെയും അല്ലാത്തവരും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് ഒരു ഉന്നതമായ പ്രവർത്തനമാണ്. പരിചയമുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അഭിവാദ്യം ആളുകളോട് പറയുന്നവനായിരിക്കണം. അവനാണ് ഉന്നതനായ മുസ്ലിം. ആളുകളെ കണ്ടാൽ സലാം പറയാത്തവൻ, ചില ആളുകളോട് തെറ്റി നിന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് സലാം പറയലുമില്ല, സലാം പറഞ്ഞാൽ മടക്കലുമില്ല. ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ ഉന്നതനായ മുസ്ലിം ആവുകയില്ല. അതുകൊണ്ട് ആളുകൾക്ക് സലാം പറയുന്നവൻ, ജനങ്ങളെ ഭക്ഷിപ്പിക്കുന്നവനാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖൻ. വിശ്വാസി ആരാണ്? ഉന്നതനായ വിശ്വാസി, ഈമാൻ പൂർണ്ണമായ വിശ്വാസി ആരാണ്? അഹ്സനുഹും ഖുൽഖൻ, സ്വഭാവം പരിപൂർണമായവനാണ്, നല്ല സൽസ്വഭാവിയായിരിക്കണം. ആളുകളെ ഉപദ്രവിക്കുന്ന മോശപ്പെട്ട ഓരൊക്കെ എന്ത് മനുഷ്യനാ എന്ന് ആളുകളെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ ആയിത്തീരുവാൻ പാടില്ല. ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന രൂപത്തിൽ, ആളുകൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത, എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്യുന്ന സൽസ്വഭാവത്തിന് ഉടമകളായിക്കൂടെ നമ്മൾ മാറിയാൽ നമ്മൾ ഉന്നതനായ മുസ്ലിമായി തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമാണ് എങ്കിൽ അവൻ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് അയൽവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിം അല്ല. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ മുസ്ലിമാണ് എങ്കിൽ അവൻ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമാണോ മുഅ്മിനാണോ അവൻ പറയുന്നുവെങ്കിൽ, സംസാരിക്കുന്നുവെങ്കിൽ നല്ലത് മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ, അല്ല എങ്കിലും മിണ്ടാതിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതനായ മുസ്ലിമിനെ പഠിപ്പിക്കുന്നത് അയൽവാസിയെ ഉപദ്രവിക്കാത്ത, അതിഥിയെ ആദരിക്കുന്ന, ജനങ്ങളെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്താത്ത നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ മുസ്ലിമിന്റെ ക്വാളിഫിക്കേഷൻ, മുസ്ലിമിന്റെ ക്വാളിറ്റി അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഉന്നതനായ മുസ്ലിമായി കൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ എന്തൊക്കെ ഇസ്ലാമിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ ഉണ്ടായിരുന്നാലും ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ നമുക്ക് ഇവർക്കും സാധ്യമാകും. അതല്ല എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമല്ലാത്ത വിഷയങ്ങളിൽ അവൻ അഭിമാനം കൊള്ളാൻ ശ്രമിച്ചാൽ, മുസ്ലിമിന്റെ വസ്ത്രമല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറായാൽ, മുസ്ലിമിന്റെ ഷിആറുകൾ കാത്തു സൂക്ഷിക്കാൻ സന്നദ്ധമാകാതിരുന്നാൽ, നമസ്കാരത്തിന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഉന്നതനാവുകയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം എന്നതുകൊണ്ട് ഇസ്സത്ത് നൽകിയ സമൂഹമാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. അതൊരു ഇസ്സത്താണ്, പ്രതാപമാണ്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഇസ്സത്ത് തേടുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദനാക്കി കളയുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ ഒരു നിലക്ക്
ഞാൻ മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ അതൊരു ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് പറയുവാൻ, അത് പ്രബോധനം ചെയ്യുവാൻ, അത് ആളുകൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ കഴിയുന്നവനാകണമെന്നുണ്ടെങ്കിൽ മുസ്ലിമിന്റെ എല്ലാവിധ ക്വാളിഫിക്കേഷനുകളും നേടിയെടുക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ആ നിലക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തെ അഭിമാനം കൊണ്ട് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കൽ. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്നാണ് നാം സൂചിപ്പിച്ചത്. മുസ്ലിം ഏതൊരു നാട്ടിലും അവന് ഉന്നതനായിക്കൊണ്ട് തല ഉയർത്തിക്കൊണ്ട് തന്നെ നിൽക്കേണ്ടവരാണ്. ഒരിക്കലും ഒരു വിശ്വാസി എവിടെയും രണ്ടാം കിട പൗരന്മാരായി മാറ്റി നിർത്തപ്പെടേണ്ട ജനവിഭാഗമായി മാറേണ്ടവരല്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ അവകാശം നേടിയെടുക്കുവാൻ ഞാൻ ഈ നാട്ടിലുള്ളവരാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങളെ അരികുവൽക്കരിക്കുവാൻ, മുസ്ലിങ്ങളെ മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ, കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി നടന്നു വരുന്നുണ്ട്. അതിന്റെ ഒരു പുതിയ പതിപ്പെന്നോണം വേണം സഹോദരന്മാരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത്, SIR എന്നത് അതിന്റെ ഒരു ഘട്ടമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് നമ്മളുടെ അവകാശം ഇവിടെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പല ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ച് ഒരു തീവ്രതയില്ലാതെ, ഒരു ബോധമില്ലാതെ, കൃത്യമായ ബോധവൽക്കരണം ലഭിക്കാത്തവരായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇപ്പോഴും ഉണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. അത്തരം ആളുകളിൽ നിന്നും നമ്മൾ കൃത്യമായി വിവരശേഖരണം നടത്തുകയും അവർ നൽകുന്ന ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് നമ്മളുടെ പൗരത്വം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. വീട്ടിലേക്ക് വരുന്നവരോട് തട്ടിക്കയറിയത് കൊണ്ടോ, ഇതിനെതിരെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ, ഇത് വോട്ടിന്റെ കാര്യമല്ലേ, ഞാൻ വോട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ എനിക്ക് വോട്ടിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ ഇനി ഭാവിയിൽ ഒരു പൗരത്വ പരിഷ്കരണം വരുന്ന സമയത്ത് ഇതൊരു രേഖയായി കൊണ്ട് മാറുകയും അന്ന് പൗരത്വം തെളിയിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരികയും അതൊന്നും സാധ്യമാകാതിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടായിക്കൂടാ. കാരണം ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ മുസ്ലിങ്ങളായ നമ്മുടെ നേതാക്കന്മാർ അവർ പോരടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്ന ഒരു രാജ്യമാണിത്. ഇവിടെ ജീവിക്കുവാൻ എന്തുകൊണ്ടും അവകാശമുള്ള ഒന്നാം പൗരന്മാർ അത് മുസ്ലിമീങ്ങളാണ്. ഇവിടെയുള്ള ഇന്നത്തെ അധികാരവർഗത്തിന്റെ മുൻകാലഘട്ടക്കാരൊക്കെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും പിന്തിരിപ്പൻ മനോഭാവം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രയത്നിച്ച മുസ്ലിങ്ങളായ നമ്മുടെ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് ചെയ്തിരിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. 2002 വോട്ടർ പട്ടികയാണ് പരിഷ്കരണത്തിന് വേണ്ടി മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ പല ആളുകളുടെയും ഒരുപക്ഷെ പേരുകൾ ആ ലിസ്റ്റിൽ ഉണ്ടാവുകയില്ല. ആ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുകയും 25 ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരെന്ത് ചെയ്യണം? 2 ഇല്ലാത്തവരെന്ത് ചെയ്യണം? അന്ന് 18 വയസ്സാകാത്തവരെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെയുള്ള കൃത്യമായ ബോധവൽക്കരണങ്ങൾ ഇപ്പോൾ നമുക്ക് കൃത്യമായി ലഭ്യമാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരു രണ്ടാം കിട പൗരന്മാരായി മാറി നിൽക്കേണ്ട ആളുകളല്ല. ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ വ്യക്തിത്വം, നമ്മുടെ പൗരത്വം ഇവിടെ കാണിക്കാൻ കഴിയാതിരുന്നാൽ ഭാവിയിൽ ഒരു മുസ്ലിമാണ് എന്ന ഇസ്സത്തോടു കൂടി പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ മാറിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ മാത്രമുള്ള പ്രൊട്ടക്ഷനുകൾ നമ്മൾ ഓരോരുത്തരും ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ഇതിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാതെ ഇതിൽ കൂടെ നിൽക്കുവാനും നമ്മുടെ പൗരത്വ രേഖകൾ അതൊക്കെ ക്ലിയർ ആക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.